ഞങ്ങൾ മിമിക്രി തുടങ്ങിയ കാലത്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കലാകാരനുണ്ട്, അൻസാർ കലാഭവൻ. അൻസാർ നമ്മളോടൊപ്പം ഇപ്പോൾ ഉണ്ട്. അൻസാർ, ഇന്നത്തെ മിമിക്രിക്കാരോട് അൻസാറിന് എന്താ പറയാനുള്ളത്? പണ്ട് ഞങ്ങൾ കാണിച്ചിരുന്ന ആ ഒരു മിമിക്രി കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മിമിക്രി കാണുമ്പോൾ അന്തം വിട്ടിരുന്ന് പോകാറുണ്ട്. ഈ 1981 സെപ്റ്റംബർ 21 മിമിക്സ് പരേഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനും പ്രസാദും കൂടി പരിപാടിക്ക് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് സിദ്ദീഖും ലാലും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു, ഞാനും പ്രസാദും കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിയിൽ പ്രസാദ് 1ാം സമ്മാനവും ഞാൻ മോണാക്കിൽ 1ാം സമ്മാനവും വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പരിപാടി ബുക്ക് ചെയ്യാൻ 1-2 ആൾക്കാർ വീട്ടിൽ വന്നു. അന്ന് ഞാനും പ്രസാദും കൂടി ഒരു എമൗണ്ട് തീരുമാനിച്ചു, 150 രൂപ രണ്ടുപേരും കൂടി. മൂഴിക്കുളം ഫൈനാൻസ് സൊസൈറ്റിയിൽ നിന്ന് 2 പേര് ബുക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു വളരെ ചെറിയ ഫൈനാൻസ് സൊസൈറ്റിയാണ്, വലിയ സാമ്പത്തികമായിട്ടൊന്നുമില്ല, തുടങ്ങി വരുന്നേ ഉള്ളൂ. നിങ്ങൾ 2 പേരും കൂടി വളരെ കുറഞ്ഞൊരു ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഞാൻ പറയൂ അങ്ങനെ എമൗണ്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു പോയി. അൻസാർ ഒന്നും വിചാരിക്കരുത്, 2-3 പേര് എഴുന്നേറ്റു, ബാഗിൽ നിന്ന് കാശ് പറഞ്ഞു, ഒരു അഡ്വാൻസ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, അൻസാറും പ്രസാദും വരണം, ഒന്നും നിങ്ങൾ തർക്കിക്കരുത്, 1000 രൂപ ഞങ്ങൾ തരുമെന്ന്. ഓർമ്മയുണ്ടോ? അതെ അൻസാറെ, ഒന്ന് ചോദിക്കട്ടെ, പ്രസാദിന് എത്ര കൊടുത്തു? എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്കൊരു ഞങ്ങളൊരു ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളോട് പറഞ്ഞ 300 രൂപ എന്നാണ് പറഞ്ഞത്. അവസാനം എന്തോ ഞങ്ങളുടെ മഹാഭാഗ്യത്തിന് ആ സംഘാടകർ കൊണ്ടുവന്ന് പണം ഏൽപ്പിച്ച് സിദ്ദീഖിന്റെ കയ്യിലായിരുന്നു. അത് 1200 രൂപ ഉണ്ടായിരുന്നു. ബാക്കി അടിക്കാൻ ശ്രമിച്ച ആളാണ്, അതുകൊണ്ടാണ് സിദ്ദീഖ് ചോദിച്ചത്. എനിക്ക് അന്ന് 150 രൂപ അൻസാർ തന്നിട്ടുള്ളൂ. ഇന്ന് മിമിക്സ് പരേഡ് വളർന്ന് കേരളത്തിൽ മിമിക്രിക്കാരില്ലാത്ത ഓണം കേറാ മൂലകൾ കേരളത്തിലുണ്ടാവും. ചിലപ്പോൾ മിമിക്രി കേറാ മൂല കേരളത്തിലില്ല. അത് വലിയൊരു വിജയം തന്നെയാണ്. ഇനി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് മിമിക്രിക്കാരെയാണ് എനിക്ക് പരിചയം. അല്ലാത്ത വടക്ക് ഭാഗത്തുള്ള ഒരുപാട് വളരെ പ്രശസ്തരായിട്ടുള്ള മിമിക്രി കലാകാരന്മാർ നമ്മുടെ ഇവിടെ ഉണ്ട്. എൻ്റെ പേര് പ്രകാശ് പയ്യാനക്കൽ. 10-20 വർഷമായി മിമിക്രി തുടങ്ങിയിട്ട്. മലബാറിൽ സാറൊക്കെ ഇവിടെ കളിക്കുന്ന കാലത്ത് കോഴിക്കോട് ഞങ്ങളൊരു ഗുരു ഉണ്ടായിരുന്നു, സാറിന് അറിയാം, കോഴിക്കോട് KS രാജ്. രാജേട്ടൻ്റെ കൂടെ 10-20 വർഷമായിട്ട് ഞാൻ മിമിക്രി നടത്തിക്കൊണ്ട്. ഞാൻ വീടി രായപ്പൻ. സെക്രട്ടറി, ഞാൻ അവതരിപ്പിക്കുന്ന കഥയാണ് അമുട്ട് അമുട്ട് അമുട്ട്. കല്ലെടുത്ത് കീഴ്ത്തരുത് നാട്ടാരെ, വലിച്ചൂരരുത് നാട്ടാരെ, അമ്മോ കല്ലെടുത്ത് കീഴ്ത്തരുത് നാട്ടാരെ, 4 പേരടിച്ചാലും കഥ പറയും. സെക്രട്ടറിയെ, ഞാൻ കഥ പറയുന്ന സമയത്ത് വല്ല കല്ലും വല്ല സ്റ്റേജിൽ വീണ് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് അപ്പനാണ് സത്യം. ഓടുവേ ഞാൻ ഓടുവേ, ഒറ്റക്കുതിപ്പിൽ വേലികളെല്ലാം ചാടവേ. ഈ കുതിരവട്ടം പപ്പേട്ടനെ ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും ആരാധിച്ച 2 കോഴിക്കോട്ടുകാരാണ്. പപ്പേട്ടൻ പിന്നെ കുതിരവട്ടത്തും ഞാൻ പയ്യാനക്കില്ല വീട്, അപ്പോൾ അടുത്തടുത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തോ ഒരു ഇതിലുണ്ട്, പപ്പയുടെ ശബ്ദം എൻ്റെ ഇതിലുണ്ട്, അനുകരിക്കുകയല്ല, ആ ശബ്ദം കുറച്ച് ഇതിലുണ്ട്. പപ്പേട്ടൻ വന്ന് എന്നോട് എന്നെ തന്നെ ചീത്ത പറയുന്നൊരു പപ്പേട്ടനെ. അല്ല മോനെ പോയിട്ടില്ല. ഇല്ല പാട്ട, എനിക്കിനി ബസ് കിട്ടൂല, ലോറിയും കിട്ടൂല, ലോറിയൊന്നും കിട്ടൂല. എങ്ങനെ പോകണം അതിൻ്റെ മോൻ്റെ മോനെ? എങ്ങനെ പോകണം? എങ്ങനെ പോട്ടെ, ഞാൻ ഇങ്ങനെ പോവുക. ടാസ്ക് വിളിയുടെ മിമിക്രിക്കാരെ, മിമിക്രിക്കാരനാണ് കണ്ട പട്ടിനും പൂച്ചനും ഒച്ച ഉണ്ടാക്കുന്ന പന്നി ഉളുപ്പുണ്ടടാ. കള്ളസുകൊണ്ട് നോട്ടം കണ്ടില്ലേ? എന്താ വീടി രാജപ്പൻ്റെ ഒരു മുഖം, കണ്ണ് ജാക്കി ചാൻ്റെ, ശബ്ദം എന്ത് സത്യപോലെ ഇന്ത്യ പോലെ. എൻ്റെ അച്ഛനാരാണ്ട് കള്ളസുകൊണ്ട് നോട്ടം കണ്ടില്ലേ? മോന്തൊക്കെ ഒരു കുത്തിട്ടാളു, അല്ലേ തൊള്ള കഴിച്ച് അണ്ണാക്ക് വന്ന് ഡാൻസ് കളിച്ചാളു. കള്ളസൂറ ടാസ്ക് വിളിയടാ. ഏതായി കുട്ടി തേവാങ്ക്?
കുട്ടി തേങ്ങ വാങ്ങുക എന്നൊന്നും വിളിച്ച് കളിയാക്കണ്ട. അല്ല മനസ്സിലായില്ലേ? പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും എന്റെ മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി എന്റെ മുന്നിൽ തല കുനിച്ചു. എന്തിന്? എന്നെ കാണാൻ. മുഖ്യമന്ത്രി എന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടറിയാവോ? മുഖ്യമന്ത്രിയാ? ആ. കേരളത്തിലെ തൊഴിലാളികളുടെ മുമ്പിൽ പോലും മുട്ടുകുത്താത്ത ആളാ. എന്റെ മുന്നിൽ അദ്ദേഹം മുട്ടുകുത്തി. എന്തിന്? എനിക്ക് ക്ഷയിക്കാണ്ട് തരാൻ. ചേട്ടൻ വന്ന ചെവിയൊരു കാര്യം പറയട്ടെ. താടി വെച്ച ചേട്ടൻ എന്റെ മുന്നിൽ നട്ടല് വളച്ചു. ഇപ്പൊ മനസ്സിലായോ ഞാൻ നിസ്സാരക്കാരനല്ലെന്ന്? വെടിക്കെട്ട് മിമിക്രിയാ. ആര്? ഞാൻ. വെടിക്കെട്ട്? വെടിക്കെട്ട് മിമിക്രി. വെടിക്കെട്ട് മിമിക്രി എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് കാണിക്കും. ഒന്ന് കാണിച്ചേ. സൂക്ഷിച്ചു നിന്നോ, പടക്കം പൊട്ടുന്ന സ്ഥലം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ ഈ ശരീരത്തിൽ നിന്നാണെന്ന് തോന്നൂല. എന്തിയേ? വിട്ടത് ഞാൻ തന്നെയാ. ഞാൻ വിചാരിച്ച് പൊട്ടൂല്ലെന്ന്. ഭയങ്കര സൗണ്ടാ. എന്തേ? അത് ചീറ്റി പണ്ടാറടങ്ങി. 4 വിട്ട ഒരെണ്ണം പോക്കാ. 4 വിട്ടാല് ഒരെണ്ണം പോക്കാ. കൊള്ളാം. അത്ര ഉള്ളു. അതെ, മാലപ്പടക്കത്തിന് തീ കൊളുത്താൻ പോവാ. മാലപ്പടക്കോ? കൊടു. കൊള്ളാം. എന്താ ഇത്? പൊട്ടാത്ത പടക്കം എടുത്ത് കൈ തന്നേക്കണ കഴുതേ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ സൂക്ഷിച്ചു നിന്നോ, പടക്കം പൊട്ടുന്ന സ്ഥലാന്ന്. കൈ പൊള്ളിപ്പോയി. ട്രെയിനിന്റെ സൗണ്ട് ഇടും ഞാൻ. ട്രെയിനിന്റെ? അന്നെടുക്ക്. എടുക്കട്ടെ? പഴയ ട്രെയിൻ വേണോ പുതിയ ട്രെയിൻ വേണോ? പുതിയതായിക്കോട്ടെ, അതാ നല്ലത്. ഗുഡ്സ് വേണോ പാസഞ്ചർ ട്രെയിൻ വേണോ? നമ്മളൊക്കെ പാസഞ്ചറിലല്ലേ പോണത്, പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ. 54 ബോഗികളുണ്ടോ 32 ബോഗിയുള്ള വേണോ? 54 വേണോ 32 വേണോ? ചവിട്ടും ഞാൻ, ചവിട്ടി അരക്കും, എന്നിട്ട് ഞാൻ വടിച്ചെടുത്തിട്ട് പിന്നെയും ചവിട്ടും. കാണിക്കടാ 56 ബോഗിയും കൊണ്ട് വന്നേക്കണവൻ. കാണിക്കടാ. ഡീസൽ വേണോ കൽക്കരി വേണോ? കൊതുക് തിരിന്ന് കേട്ടണ്ട, കൊതുക് തിരി, അത് വെച്ച് കത്തിച്ച് ഞാൻ കൊല്ലും. എന്താ അത്? ട്രെയിൻ കൂവിയതാ. അതെന്താ? വിസിലടിക്കാ പോവാൻ പറ്റുമോ? ഓ എന്താ? ഗ്യാസ് പോയതാ. നിന്റെ? എന്റെ അല്ല, ട്രെയിനിന്റെ. വെരി ഗുഡ്. അതെ, ആൾക്കാര് കൈയടിച്ചു എന്ന് കരുതി ഷൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഉണ്ടാ കയ്യില്? അതെന്താ? അയ്യടാ നാണം, നാണം. ഇവിടെ വാ, ഇവിടെ വാ, ചോദിക്കട്ടെ. വേറെ എന്താ അറിയാമെന്ന് ചോദിക്കട്ടെ. വേറെ എന്താ? എന്താ ഇത്? സിനിമാ നടന്മാരുടെ സൗണ്ട്. സിനിമാ നടന്മാരെ സൗണ്ടാ? സൗണ്ട്. നീയാ? എടുക്ക്. ആരുടെ എടുക്കും? മമ്മൂട്ടിയുടെ എടുത്തോണ്ട് വരട്ടെ. മമ്മൂട്ടിയാ? മാതാവ് എടുത്താ പൊങ്ങാത്ത നോക്ക്. വിത്ത് ആക്ഷൻ പോന്നോട്ടെ. ചെല്ല്. എന്താ? എന്നാ ബാസ് അല്ലേ? പിന്നെ സ്പീക്കർ അടിച്ചു പോയേനെ. ഇപ്പൊ എന്നെ സമ്മതിക്കണം. സമ്മതിക്കണം. ഇരുമ്പാണിക്ക് പകരം ഗുളയാണി വെച്ച് അത് ഊരിയിട്ട് തുരുമ്പാണി വെച്ചവൻ ആരാ? ആരാ? എനിക്കറിയില്ല. മൂവാറ്റുപുഴ നീന്തി കടന്ന് ഉണ്ണിയാർച്ച കയറി ഒളിച്ചു കണ്ടവൻ ആരാ? ആരാ? നീ ഇപ്പൊ കാണിച്ചത് ആരാ? മമ്മൂട്ടി. ഇത് മരപ്പട്ടി പോലെ ഉണ്ട്. മോഹൻലാലിന്റെ അടുത്തോണ്ട് വരട്ടെ. മോഹൻലാലാ? ശരി, വിത്ത് ആക്ഷൻ പോരട്ടെ. പോയിട്ട് വേഗം മന്നെ.
സവാള കീറി 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 സവാള കീറി കീറി കീറിയ എന്തത്? അതുള്ളതാ. ശംഭോ മഹാദേവ. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായിട്ട് ചെന്ന് കയറിയത് പഴയ ഒരു സിംഗത്തിന്റെ മടയിലായിരുന്നു. സിംഗോ? സിംഗം സിംഗം എന്ന് വെച്ചാ മോനെ ദിനേശ, നരസിംഗം. ആ ഒടുവിൽ ഗുരുവിന്റെ വായിൽ ആ. 5-6 ലോറി മണ്ണിറക്കിയിട്ടിട്ട് യാത്ര തുറന്നു. എന്താ ഗുരു എന്താ വീട് പണി തുടങ്ങാൻ പോണ? ഇഷ്ടമുള്ള ഗുരു വാരി വായിലിട്ടോളൂ. ഓ ജബനംഗോ സിന്ദഗി ജോ കബീ നഹീ ഖത്മോ ചാഹത്തെ ദിൽവാലെ. അതെന്താ ഇപ്പൊ പറഞ്ഞത്? ഹിന്ദി അതെനിക്ക് മനസ്സിലാവുകയില്ല. സുരേഷ് ഗോപിയുടെ എടുക്കട്ടെ. എന്തോ? സുരേഷ് ഗോപിയുടെ സൗണ്ട്. സുരേഷ് ഗോപിയാ? ആ. ചെല്ലി. ആക്ഷൻ. ആ നല്ല നീണ്ട സ്റ്റെപ്പ് വെക്ക്. അന്ന് നീണ്ട സ്റ്റെപ്പ് വെച്ച് വാ. ആ പോരട്ടെ. എന്റെ അമ്മേ, ആവതുള്ളത് എടുത്താ പോരെ, ആവതില്ലാത്തത് എന്തിനാ എടുക്കുന്നത്? ആരോഗ്യത്തെ മാനിക്കണ്ടേ? ആ പോട്ടെ, ശ്വാസം വന്നില്ലേ? പോരട്ടെ. ഓർമ്മയുണ്ടോ മുഖം? എന്തോ? ഈ മോന്റെ ഓർമ്മയുണ്ടോ? ഇല്ല മോനെ. എങ്ങനെ ഒരുപാട് മുഖങ്ങൾ കയറി ഇറങ്ങി പോയതല്ലേ? അന്ന് ഞാൻ കണ്ണൂർ DYS. പോരട്ടെ, ഒടിഞ്ഞു പോരട്ടെ. അന്ന് ഞാൻ കണ്ണൂർ DYS ആ പോരട്ടെ. SP. ആ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേരിക്കയും കൂടെ ബളബളബളബളബളബളാന്ന് കൂട്ടിക്കൊഴിച്ച നിനക്ക് ആ പേര് ചേരൂ. എനിക്ക് ചേരത്തില്ലടാ. യു ജസ്റ്റ് ഡിസംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ദാറ്റ്. എന്നുവെച്ചാ എന്താ? ഒന്നിന് പോണോ? മൂത്രമൊഴിക്കാൻ പോണോ? എന്താ? ഷിറ്റെന്ന് പറഞ്ഞു. ആ ഷിറ്റെന്ന് പറഞ്ഞതാ പാവം. എന്തേ? ഇത്ര സംഭവം ഞാൻ ചെയ്തു. ഉവ്വ. ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ചേട്ടന് ചെയ്യാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ചെയ്യുന്ന പോലെ പിന്നെ ചെയ്യും, ചെയ്യും. അപ്പൊ ഈ പൊക്കത്തിലൊക്കെ അഹങ്കാരമാ. പൊക്കത്തിന്റെ അഹങ്കാരമല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ ഓ എത്തിയത്. അത് ശരി. ആ. എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യും. ആ കാണിച്ചോ? ചെയ്തു. ചെയ്തു. അതും ചെയ്തു. ആ. എന്നാ കായികമായിക്കോട്ടെ. ആയിക്കോട്ടെ. അത് ചെയ്തു. ആ. എന്നാ അവസാനമായി ജയന്റെ ഒരു ആക്ഷൻ. ഓ അതും ചെയ്തു. ആ. എന്നാ ഇത് ചെയ്യും. ആ എന്റെ കാലിന്റെ അടിയിൽ കൂടെ പോടാ. ഞാൻ പോയ പോലെ പോടാ പോടാ. KL7Y300 രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം. രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം. രമണിയും തോമസും പോയാൽ അതിൻ്റെ പുറകെ മേരി പോകണം. മേരി പോയാൽ അതിൻ്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ്. യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹലോ, ഈ ചൗരോ ആരുടെ കൂടെ പോണ്ടെന്ന് പറഞ്ഞാല്? ചൗരയോ? ചൗര ആരുടെ കൂടെ പോണ്ടെന്ന് പറഞ്ഞാല് ഞാൻ അങ്ങോട്ട്. ചൗര ആരാണ്? ചൗര ഞാനാ. താനാ? ചൗര ആരുടെ പുറകെ പോകണ്ടേന്നൊന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. താൻ ആരുടെ കൂടെങ്കിലും പോടോ. ഞാൻ തീരാണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമോളിന്റെ പുറകെ പോയാലോ? വൃത്തിയോടെ കാണിക്കണം. അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകൾ ബസ്സിന്റെ പേര് വെച്ച് പറയും. അതിന്റെ വേണമെങ്കിൽ നമ്മൾ കുറേ പോയാൽ മതി. എടോ, ഈ തോമസും മേരിയൊക്കെ ബസ്സാണ്. ഇവിടുന്ന് പുറപ്പെടാൻ പോണ ബസ്സിന്റെ അത് തന്നെ തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത്, ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളൂ. നമുക്ക് ഒരെണ്ണത്തിനൊന്നും അന്തസ്സായിട്ട് 3 വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത്. വൃത്തികേട് കാണിക്കരുത്. പുറപ്പെടാൻ അവാർഡ് മേടിച്ച ബസ് സ്റ്റാൻഡ് ഇത്. തനിക്ക് എന്താ വേണ്ടത്? ഞാൻ നിൽക്കുന്ന മഞ്ഞ ചുടിദാർ കണ്ട? ഞാൻ നിൽക്കുന്ന മഞ്ഞ ചുടിദാർ അവിടെ ഞാൻ കയ്യും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം. എന്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാതിരിക്കും. അതൊന്ന് അനൗൺസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ അങ്ങ് പൊക്കോളാം. ആയിരിക്കണം മഞ്ഞ ചുരിദാർ. എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതിന് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കയ്യും കാലും കാണിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് അനൗൺസ് ചെയ്ത് തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം. ഓട്ടോറിക്ഷക്കാണെങ്കിലും പൊക്കോളാം. എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കണേ. ഇനി ഞാനായിട്ട് സെറ്റപ്പ് ആക്കി തരണം. ആയിരിക്കണം മഞ്ഞ ചുരിദാർ. അതെ അതെ അതെ, ആയിരിക്കണം മഞ്ഞ ചുരിദാർ. എന്റെ വൈഫാടാ. ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ ഭാര്യയാണത്. അല്ല അതേ ഞാൻ സെറ്റപ്പ് ആക്കി തരണം. അല്ല പറയട്ടെ, ഒരു കാര്യം പറയണ മുമ്പ് ബഹളം വെച്ചാൽ അങ്ങനെ എന്ത് കാര്യം പറയണം? ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ ഭാര്യനെ നോക്കിയിട്ട് സെറ്റപ്പ് ആക്കി തരണം. എടോ, മഞ്ഞ ചുടിദാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ മഞ്ഞ ചുടിദാറിന്റെ അടുത്തൊരു നീല ചുടിദാർ നിൽക്കണാണ്ടാ. അതിന്റെ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ? അത് ഞാൻ പറഞ്ഞ ആ നീല ചുടിദാറിന്റെ കാര്യമാണ്. ആ നീല ചുടിദാർ കയ്യും റെഡി ആയിട്ട് ഒന്ന് അനൗൺസ് ചെയ്തിട്ട് ഒന്ന്. ആ നീല ചുരിദാറിന് താനിപ്പോ ലൈൻ ഇട്ട് വെച്ചേക്കാണ്. അതെ, ഞാനായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തരണല്ലോ. അതെ അതെ. ആ നീല ചുരിദാർ ഇട്ടേക്കണ എന്റെ പെറ്റ തള്ളേടാ. എന്റെ സ്വന്തം അമ്മേടാ നീല ചുരിദാർ. നീല ചുടിദാർ എന്റെ സ്വന്തം പെറ്റ തള്ളേടാ. നീ എന്തിനാ എന്നെ തല്ലിയത്? എടാ തെണ്ടി, മേലിലെ തള്ളമാർക്ക് ചുടിദാർ മേടിച്ചു കൊടുക്കരുത്.